ഷാൻ നമ്മളോടൊപ്പമുണ്ട്. മാതൃഭൂമിയുടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് ഷാൻ. രാവിലെ മുതൽ നമുക്ക് വളരെ നിർണായകമായ വിവരങ്ങൾ കൈമാറുന്നുമുണ്ട്. ശ്രീ ഷാൻ, അങ്ങ് എവിടെയാണ് ഉള്ളത്? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഞാൻ അവിടെ നിന്ന് മടങ്ങിയ ശേഷമുള്ള സാഹചര്യമാണ്. രാവിലെ അവിടെ എത്തി തിരിച്ച് വിഷ്വൽസ് അയക്കുന്നതിനൊക്കെ മടങ്ങിയതാണ്. പക്ഷെ എന്നാലും നമ്മളുടെ കോളിലേക്ക് ഒരുപാട് നമ്പറിൽ നിന്ന് വിളികൾ വരുന്നുണ്ട്. അല്പം മുമ്പ് സംസാരിച്ചത് ബത്തേരിയിൽ നിന്നുള്ള ഒരാൾ നമ്മോട് സംസാരിച്ചിരുന്നു. അവരുടെ ബന്ധുക്കൾ കുറച്ച് ആളുകൾ, ഒരു 50ഓളം പേർ അടങ്ങുന്ന ഒരു സംഘം മലമുകളിൽ മുണ്ടക്കൈയിലെ ഈ ഉരുൾപൊട്ടി ഒലിച്ചു വന്ന ഭാഗത്തെ ഒരു മലമുകളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നതായി അവർ നമ്മോട് പറയുകയുണ്ടായി. അഷ്റഫ് എന്ന ആളാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് അവരുടെ ഒരു 6 ബന്ധുക്കളെ ഇതുവരെയും കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കുറച്ച് ആളുകൾ രക്ഷപ്പെട്ട് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നേരത്തെ മാറിയിരുന്നു. പക്ഷേ ഇവരിപ്പോഴും അവിടെ ഒരു മലമുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന തരത്തിലാണ് അവർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആരെങ്കിലും എത്തുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് അവർ പങ്കുവച്ചത്. അതുപോലെ തന്നെ ജിതിക എന്നൊരു ഒരു ലേഡി അവിടെ നിന്ന് നമ്മളെ വിളിച്ചിരുന്നു. പ്രാദേശികമായി അവിടെയുള്ള ആളുകളെല്ലാം കൂട്ടി അവർ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അവരോടൊപ്പം 100 പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒപ്പം തന്നെ പല ഭാഗത്തു നിന്നും നമ്മളെ കണക്ട് ചെയ്യുന്ന നമ്മളുമായി നേരിട്ട് ബന്ധമുള്ള പരിചയമുള്ള ആളുകളാണ് വിളിക്കുന്നത്. ഇവരെല്ലാം തന്നെ പറയുന്നത് ഇവർ സുരക്ഷിതമെന്ന് അവർക്ക് തോന്നുന്ന ഒരിടത്ത് വന്ന് അവർ നിൽക്കുകയാണ്. ഇതുപോലെ 100ഉം 50ഉം 200ഉം ഒക്കെ ഉള്ള ആളുകളുടെ ഒരു സംഘം പല ഭാഗത്തായി മുണ്ടക്കൈയുടെ പ്രദേശങ്ങളിലുണ്ട്. ഇവരുടെ അടുത്തേക്ക് എപ്പോഴാണ് രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുക എന്ന വലിയ ആശങ്കയോടുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇവരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇവരുടെ പലരെയും, ഇവരുടെ ഉറ്റവരെയും ഇവരുടെ അയൽവാസികളെയും ഒന്നും കാണാൻ സാധിക്കുന്നില്ല, ഇവരെവിടെയാണെന്ന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിൽ വലിയൊരു ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ വീടുകൾ, പലരുടെയും വീടുകൾ ഈ മലവെള്ളപ്പാച്ചിലിൽ നശിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനവും. അതുകൊണ്ട് തന്നെ വളരെ ഭീതികരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ആളുകൾ അവിടെ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് അവരുടെയും നമ്പറിലേക്ക് നമുക്ക് അവരെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ എന്ന് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നുണ്ട്, ഇടയ്ക്ക് കോൾ കട്ടായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. അവിടേക്ക് എത്തിച്ചേരാൻ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ സാധിക്കാത്ത സാഹചര്യത്തിൽ അവർ തരുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ നൽകുന്നത്. പലയിടത്തായി ഇപ്പോൾ നമ്മളിപ്പോൾ അനുമാനിക്കുന്നതനുസരിച്ച് പലയിടത്തായി മുണ്ടക്കൈയുടെ പല ഭാഗങ്ങളിൽ ഓരോ തുരുത്തുകളിൽ അല്ലെങ്കിൽ സുരക്ഷിതമെന്ന് അവർക്ക് തോന്നുന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ്. ഈ കൂടിയിരിക്കുന്ന 50 പേരിൽ അല്ലെങ്കിൽ 100 പേരിൽ 1-2 പേരുടെ അവനവന്റെ ബന്ധുക്കളുടെയും അയൽവാക്കത്തുള്ളവരെയും ഒക്കെ കാണാതായവരുടെ നിരവധി കണക്കുകളുണ്ട് അല്ലെ? അതെ, തീർച്ചയായും. ഓരോരുത്തരും സംസാരിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ള 2 കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേരെ കാണുന്നില്ലെന്നാണ് ഈ അഷ്റഫ് എന്ന ആള് നമ്മളോട് പ്രതികരിച്ചത്. അവരുടെ ബന്ധുക്കൾ ബത്തേരിയിൽ നിന്ന് നമ്മെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യം പലർക്കുമുണ്ട്. അവിടെ വന്നു നിൽക്കുന്ന ആളുകളിൽ ഇപ്പൊ ആദ്യം സംസാരിച്ച ജിതിക എന്ന ആൾ സംസാരിച്ചത് 100 പേർ ഞങ്ങളോടൊപ്പമുണ്ട്, അവർ സുരക്ഷിതരാണ്, പക്ഷെ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുകയാണ്. പക്ഷെ എത്രത്തോളം സുരക്ഷയുണ്ട് എന്നവർക്ക് ഭീതിയുണ്ട്. മഴ പെയ്യുന്നുണ്ട്, ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് അവർ കഴിയുന്നത്. അതുപോലെ പല സംഘങ്ങളായി തിരിഞ്ഞ് പലയിടത്തും ആളുകളുണ്ട്. അവർ സംസാരിച്ചതിൽ വെച്ച് ഒരു പ്രേക്ഷകൻ നമ്മൾ പറഞ്ഞു 250 വീടുകളോളം ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരെയും അവർക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു ദുരന്തം ആദ്യത്തെ ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ട വ്യക്തിയാണ് അദ്ദേഹം. മലമുകളിലായിരുന്നു, വീടിന്റെ തൊട്ടടുത്തുള്ള വീടിന്റെ 2ാം നിലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. കയ്യിൽ കിട്ടിയ ആളുകളെയും ഒക്കെ വലിച്ചു കൂട്ടി, കുട്ടികളെ അടക്കം. അവർ സുരക്ഷിതരായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം രമേശ് എന്ന പ്രേക്ഷകൻ നേരത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2ാമത്തെ ഉരുൾപൊട്ടൽ അവർ നേരിട്ട് കണ്ടു. അതിൽ പല വീടുകളും ഒലിച്ചു പോകുന്നത്, വലിയ മരങ്ങളോടൊപ്പം വീടുകൾ അപ്പാടെ എടുത്തുകൊണ്ടു പോകുന്ന ഭീകര ദൃശ്യം അദ്ദേഹം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെയും ഒപ്പം ഈ സംഭവം, അതായത് ആദ്യത്തെ ഉരുൾപൊട്ടൽ 1 മണിയോട് കൂടി ഉണ്ടാകുന്നു, 2ാമത്തെ ഈ ഉരുൾപൊട്ടൽ എത്ര മണിയോട് കൂടിയാണ് ഉണ്ടാകുന്നത്? ഏകദേശം 2:30 2 മണിക്ക് ശേഷമാണ് അദ്ദേഹം ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം ഈ ഒരു വീടിന് മുകളിലേക്ക് എത്തിയതായി അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 2 മണിയോടുകൂടി അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായി. അത് അദ്ദേഹം നേരിട്ട് കണ്ടുവെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. മനുഷ്യർ സമയത്താണ് വീടടക്കം ഈ പറയുന്ന മലവെള്ളം കുത്തിയെടുത്ത് കൊണ്ടുപോകുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതുപോലുള്ള വലിയ മഴ, കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിന്റെ ആ ഒരു സാഹചര്യം, ആ കണക്കിനുള്ള അതിവർഷം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു കരുതലിലായിരുന്നു. പക്ഷേ ലയങ്ങളിലെല്ലാം താമസിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ തങ്ങിക്കിടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആശയോട് ചോദിച്ചോട്ടെ, അതായത് ഈ പറയുന്ന മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ മാറി താമസിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായേക്കും എന്നുള്ള ഒരു പരിഭ്രാന്തിയുടെ പേരിൽ?
നേരത്തെ ചൂരൽമലയിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിലും പലരും മാറി താമസിക്കാൻ അവിടെ ഈ ഒരു സാഹചര്യം കുറവുള്ള മേഖലയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സുരക്ഷിതമായി പാർപ്പിച്ചിരുന്ന വെള്ളാർമല ഹൈസ്കൂളാണ് ഏറ്റവും അവർക്ക് ആ ഒരു നാട്ടിൽ ഒരുവിധം കയറി നിൽക്കാൻ പറ്റുന്ന ഒരു കെട്ടിടമുള്ളത്, അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ സാഹചര്യമുള്ളത് ഈ സ്കൂളാണ്. സ്കൂളിന്റെ അവസ്ഥ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു. അവർക്ക് മാറി താമസിക്കാനുള്ള വലിയ പരിമിതമായ സാഹചര്യമുണ്ട്. ഏതാണ്ട് 10-12 കിലോമീറ്റർ 15 കിലോമീറ്ററോളം അകലെയാണ് മേപ്പാടി ടൗൺ ഉള്ളത്. ഒരു ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ കെട്ടിടങ്ങളോ ആ ഭാഗത്തില്ല എന്നുള്ളതും വലിയ ആശങ്കയാണ്. പിന്നെയുള്ളത് റിസോർട്ടുകളാണ്. ഈ റിസോർട്ടുകളിൽ ഉൾപ്പെടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഭീകരമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക വളരെ വലുതാണ്. എപ്പോഴാണ് രക്ഷാപ്രവർത്തകർ തങ്ങൾക്കരികിലേക്ക് എത്തുക എന്ന് നിരന്തരമായി വിളിച്ചു ചോദിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് അവർ പങ്കുവയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ ആരംഭിച്ചു എന്ന് കരുതുന്ന പ്രദേശവാസികൾ പറഞ്ഞത് പ്രകാരം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ ഉരുൾപൊട്ടി വന്ന ഭാഗത്ത് ലയങ്ങളുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല. അതിൽപ്പെട്ട ഒരാളാണ്, അതിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന അഷ്റഫ് എന്ന ആളാണ് ഒടുവിൽ നമ്മോട് വിവരം പങ്കുവച്ചത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അയാളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തടുത്തുകൂട്ടി ഒരു മലമുകളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം പലതവണ കോള് കട്ടാവുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇത്തരത്തിലൊരു ഭീതിതരമായ സാഹചര്യമാണ് അവിടെ നിന്ന് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് വയനാടിന് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായ ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇവിടേക്ക് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രമേൽ ദാരുണമായ അല്ലെങ്കിൽ ഭീതിതമായ എത്രമേൽ രക്ഷാപ്രവർത്തനം ആവശ്യമായ സാഹചര്യമാണ് എന്നതുപോലും കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ്. ചൂരൽമലയിൽ നിന്ന് ഈ തൊട്ടടുത്ത പ്രദേശത്തേക്ക് കടക്കുന്ന പുഴ പാലം ഒലിച്ചുപോയി. ഒപ്പം തന്നെ പുഴ ഒരു ചെറിയൊരു പുഴയായിരുന്നു. പക്ഷെ അത് ആ ഒരു പ്രദേശം തന്നെ വലിയ രീതിയിൽ മണ്ണും കല്ലും പാറത്തടികളും എല്ലാം വലിയ ഒഴുകി വന്ന് മരത്തടികളെല്ലാം കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പുറത്തേക്ക് കടന്നു പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അവരിലേക്ക് എത്തിച്ചേരാനും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യമുള്ളൂ. അപകടം നടന്ന മണിക്കൂറിൽ തന്നെ അവിടുത്തെ പ്രാദേശികവാസികൾ, അവിടുത്തെ ഭൂപ്രദേശം ശരിയായ രീതിയിൽ അറിയുന്ന ആളുകൾ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും രക്ഷാപ്രവർത്തനം എളുപ്പമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്നാണ് അവരപ്പോഴും പറയുന്നത്. ഈ സമയത്തും സൈന്യം എത്തി.